എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരിടണേ. ഇന്നത്തെ ക്രിസ്മസിന് ഞാൻ അടിപൊളി കേക്ക് ഉണ്ടാക്കി. അതിൻ്റെ റെസിപ്പിയാണ് ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിക്കണത്. ആദ്യം തന്നെ ഞാൻ ചെയ്തത് 2 ഓറഞ്ച് അങ്ങോട്ട് എടുത്തങ്ങോട്ട് നന്നായിട്ട് കൈകൊണ്ട് അങ്ങോട്ട് തിരുമ്പി പിഴിഞ്ഞ് നീരെടുത്തു. പച്ചവെള്ളം ഒന്നും ചേർക്കാൻ നിന്നില്ല. എന്നിട്ട് അത് അങ്ങോട്ട് അരിച്ച് മാറ്റിയപ്പോൾ ഒരു 1/2 കപ്പോളം എനിക്ക് ഓറഞ്ച് നീര് കിട്ടിയിട്ടാ. അത് കഴിഞ്ഞ് ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് ചൂടായി വന്നപ്പോൾ ഒരു 1/2 കപ്പോളം പഞ്ചസാര ഇട്ട് അങ്ങോട്ട് പാനിയാക്കണം കേട്ടോ. അതിലേക്ക് പച്ചവെള്ളം അല്ല ഒഴിച്ചത്, ആ ഓറഞ്ചിന്റെ നീരുണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതങ്ങോട്ട് നന്നായി അങ്ങോട്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ അങ്ങോട്ട് ഇളക്കി കൊടുത്തപ്പോൾ പഞ്ചസാരയുടെ കഷ്ണം എന്തായാലും നമ്മൾ ചൂടുള്ള പഞ്ചസാരയിലേക്ക് ഏത് പാനി ഒഴിച്ചാലും ചില സമയത്ത് ഇങ്ങനെ കട്ട പോലെ കിടക്കും. അതങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചാൽ നമുക്ക് ഈ കേക്കിന് ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ടെൻഷൻ അടിക്കേണ്ട, അതങ്ങോട്ട് മാറ്റി വെക്കണ്ട. പീസ് കണ്ട അതങ്ങോട്ട് മാറ്റി വെക്കും കേട്ടോ. ഇനി നമ്മൾക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ ഇടാം. എൻ്റെ കയ്യിൽ ഈ 2 ഐറ്റം മാത്രമേ ഉണ്ടായുള്ളൂ. ഒരുപാട് നട്ട്സ് ഒക്കെ ഇട്ടോ കുഴപ്പമില്ല, കയ്യിലുള്ളതൊക്കെ അങ്ങോട്ട് ഇട്ടോട്ടെ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളത് മാറ്റിയൊക്കെ നന്നായി വേവട്ടെ, മധുരമൊക്കെ പിടിച്ച് അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ 2 കപ്പ് തന്നെ ഞാൻ എടുത്തു. നമ്മളെ വീട്ടിൽ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കിയാലേ. അപ്പോൾ 2 കപ്പ് തന്നെ എടുത്തു കേട്ടോ. മൈദപ്പൊടി 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ സോഡാപ്പൊടി, 1 പിഞ്ച് ഉപ്പ് ഇട്ടുങ്ങാണ്ട് നന്നായി അരിച്ചിങ്ങാണ്ട് ഈ ബൗളിൽ എടുക്കണം കേട്ടോ. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര അതിലേക്ക് ഇട്ടു. പിന്നെ 2 കഷ്ണം കറുകപ്പട്ട, 2 കഷ്ണം കരയാമ്പൂവ്, 1 കഷ്ണം ജാതിക്കട പീസ്, പിന്നെ ഒരു 5-6 കഷ്ണം അണ്ടിപ്പരിപ്പ്, പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ പഞ്ചസാര അലിയാഞ്ഞത് കഷ്ണങ്ങൾ, അതും അതിലിട്ടു കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഞാൻ എന്താ ചെയ്ത് മിക്സിയിലിട്ടാണ്ട് അടിച്ചങ്ങോട്ട് വെച്ചു. നല്ല സോഫ്റ്റ് ആയിക്കോട്ടെ പൊടിയൊക്കെ. പിന്നെ ഞാനിതാ കോഴിമുട്ട അടിക്കണ 2 കോഴിമുട്ട എടുത്തു. അതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ 2-3 സ്പൂണ് നെയ്യ് എടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ ഉണ്ട്, ബട്ടർ ഞാൻ എടുക്കാൻ മടിയായോണ്ടാണ്. അത് ഉരുകി കിട്ടാനൊക്കെ ഒരുപാട് നേരം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നെയ്യിട്ടാണ്. ബട്ടർ എടുത്ത് നേരത്തെ വെക്കണേ അത് മതിയാവും. അങ്ങനെ അത് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ കൂടെ പിന്നെ ഒരു വാനില എസൻസ് ഒഴിച്ച് കുറച്ച് കളർ പൊടി അങ്ങോട്ട് ഇട്ടു. നല്ല കളറായിക്കോട്ടെ വെച്ചാണ് മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ അവിടെ എടുത്തു വെച്ചിരിക്കണ പാനില്ലേ പഞ്ചസാര പാനി, ഓറഞ്ചൊക്കെ ചേർത്ത് നട്ട്സ് ഒക്കെ ഉള്ളത് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ച പൊടിയൊക്കെ ഇല്ലേ മൈദപ്പൊടിയൊക്കെ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിങ്ങനെ അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. ഇനിയിപ്പോ മിക്സർ വെച്ച് മിക്സ് ചെയ്യുക, സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്യുക. ഇതൊക്കെ തന്നെ ഈ ഇന്നത്തെ കേക്കിന്റെ മെത്തേഡ്. പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്തത് ഞാൻ ഫ്രഷ് ആയിട്ട് തന്നെ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കി. ആ ടൂട്ടി ഫ്രൂട്ടി ഞാൻ ഇതിലേക്ക് ഇട്ടു, ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി. അതിന്റെ വീഡിയോ ഞാൻ ഒരു വീഡിയോയിലാക്കി കാണിച്ചു തരാം. ഇന്ന് ഇട്ട് കഴിഞ്ഞാലേ ഭയങ്കര ലാഗ് ആവില്ല, ഭയങ്കര ലോങ് ആവും. അതാ ലൈവായിട്ടാണ് ഞാൻ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കിയത്. കാരണം മൾട്ടി കളർ ആയിട്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കണേ, മൾട്ടി കളേഴ്സ്. അപ്പൊ നമ്മൾ ടൂട്ടി ഫ്രൂട്ടി വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ലിക്വിഡ് രൂപത്തിൽ കിട്ടൂല, ഡ്രൈ ആയിട്ടല്ലേ കിട്ടുക. അപ്പൊ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ലിക്വിഡ് രൂപത്തിൽ കിട്ടും. അപ്പൊ അതൊക്കെ ചേർക്കുമ്പോൾ നല്ല കളറാവുമല്ലോ. എന്തായാലും ക്രിസ്മസ് ഒക്കെ മൾട്ടി കളർഫുൾ അല്ലേ, ക്രിസ്മസിന്റെ ആഘോഷമൊക്കെ. അപ്പൊ നമ്മളെ കേക്കും അങ്ങനെ ഇരുന്നോട്ടെ എന്ന് തന്നെ ഞാനും വിചാരിച്ചു. അങ്ങനെ എല്ലാം കൂടെ അങ്ങനെ മിക്സ് ചെയ്യന്നെ. പിന്നെ നമ്മൾ സാധാരണ ഇലക്ട്രിക് ഓവനൊന്നല്ല, പാത്രത്തിൽ തന്നെ ഉണ്ടാക്കണം നല്ലത്. അതാണ് എനിക്കും കൂടുതൽ ഇഷ്ടം. അപ്പൊ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഇപ്പൊ ചൂടായിക്കൊണ്ടിരിക്കണം. ഇത് ചെയ്യണതിന്റെ ഇടയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അലുമിനിയം പാത്രം. എന്താ ഇനിയിപ്പോ ഈ കളേഴ്സ് ഒക്കെ അതിലേക്ക് അങ്ങോട്ട് ചേർക്കന്നെ, കളർഫുൾ ആയിക്കോട്ടെ ഏട്ടാ. നല്ല ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് ചേർക്കുക. എന്നിട്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ മേലെയൊക്കെ വെക്കുക കേട്ടാ. കുറച്ച് ബേക്ക് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ബേക്ക് ചെയ്തതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരി മേലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതാണ് നല്ലത്. ഇനിയിപ്പോൾ ഇതാ ടാപ്പ് ചെയ്യുക, പാത്രം ടാപ്പ് ചെയ്യുക, എയർ ബബിൾസ് ഒക്കെ അങ്ങോട്ട് കളയുക. ചൂടായ പാത്രത്തിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്, അതിലേക്കാണ് വെക്കുക തന്നെ. ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, വെറുതെ ഉപ്പൊക്കെ എടുത്ത് എന്തിനാ വേസ്റ്റ് ആക്കി കളയണതാ. ഇതങ്ങോട്ട് വെച്ച് ഒരു മണിക്കൂറോളം ഏകദേശം പിടിച്ചിട്ട് എനിക്ക് കേക്ക് ശരിയായി കിട്ടാൻ വേണ്ടി, നന്നായി വേകാൻ വേണ്ടിയിട്ട്. ആദ്യം ഒരു 10-20-25 മിനിറ്റോളം 20-25 മിനിറ്റോളം ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള സമയമൊക്കെ ലോ ഫ്ലെയിമിലാണ് ഇട്ടത്. അതുകൊണ്ടായിരിക്കാം ഏകദേശം ഒരു മണിക്കൂർ പിടിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പൊക്കിയൊക്കെ നോക്കി, പക്ഷേ ആയിട്ടുണ്ടായില്ല. അപ്പോൾ ഒരു മണിക്കൂർ പിടിച്ചു. സാധാരണ ഞാൻ കേൾക്കണ്ടുമ്പോൾ 1 മണിക്കൂറാണ് ഉണ്ടാവാറില്ല. ഇത് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടുകൊണ്ടായിരിക്കും. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇങ്ങനെ വെച്ചത്. എന്നിട്ടാണ് ഞാൻ ബേക്ക് കംപ്ലീറ്റ് ചെയ്തത് കേട്ടാ. മനസ്സിലായില്ലേ? ബേക്ക് കംപ്ലീറ്റ് ആവണതിന് മുമ്പ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് നിരത്തി കൊടുത്തോട്ടെ. അപ്പം നന്നായിട്ട് അതിൽ ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ ഇട്ടില്ല എന്നാണ് ഈ പറയണത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ കേക്ക് ഇഷ്ടപ്പെട്ടല്ല, നമ്മുടെ ക്രിസ്മസ് കേക്കായിരുന്നു കേട്ടോ. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു ഇന്നത്തെ പ്രാവശ്യത്തെ ക്രിസ്മസ്.